എപ്പോഴും സർവശക്തൻ ശിവനുടെ മടിയിൽ സ്വൈരവാസം നടത്തും മുപ്പാരിൻ മാതൃദേവി മമ ഹൃദി സതതം വാഴുമമ്മേ മൃഡാനി. അപ്പപ്പോൾ വന്നുചേരും ദുരിത തതികളെ നീക്കിമാം കാത്തിടാനായി തൃപ്പാദം പിന്തുണച്ചിടണമിവിടെ നടസ്വാമി ധൻവാമമയ്യേ. ആദിപരാശക്തി മാതാ കീ ജയ്. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർ കാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ നവമസ്കന്ധത്തിലെ 31-ാമത്തെ അധ്യായം. സാവിത്രി ദേവി യമനെ 8 ശ്ലോകങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നതായിട്ടുള്ള സ്തുതിയാണ് ഇന്നലെ നാം അവലോകനം ചെയ്തു നിർത്തിയത്. അതിന് ഉത്തരമായി കൊണ്ടിതാ ആ പാതകഫലങ്ങളെ, പാപം നമുക്ക് ഉണ്ടാക്കിത്തരുന്നതായിട്ടുള്ള കർമ്മങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങളെയെല്ലാം ഇതാ സാവിത്രി ദേവിക്ക് യമദേവൻ അരുളി ചെയ്യുന്നതായിട്ടുള്ള 32-ാമത്തെ അധ്യായത്തിലേക്കാണ് പോകുന്നത്. മഹാമന്ത്രമായ മായാബീജം വിധിപൂർവം ആ സാവിത്രി ദേവിക്ക് നൽകിയിട്ട് ആദിത്യ സുതനായിട്ടുള്ള, രവിയുടെ സുതനായിട്ടുള്ള യമൻ അവളോട് അശുഭമായിട്ടുള്ള കർമ്മവിഭാഗത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കണു. അശുഭമായിട്ടുള്ള കർമ്മവിഭാഗം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത പാപഫലങ്ങളെ നമുക്ക് തരുന്നതായിട്ടുള്ള കർമ്മങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ്. ദീർഘമായിട്ട് ഈ അധ്യായം ഇരിക്കുന്നത്. നമുക്കൊന്ന് അവലോകനം ചെയ്തു പോകാം. ധർമ്മരാജ ഉവാച ശുഭകർമ്മ വിഭാഗാന്ന നരകം യാതിമാനവ കർമ്മ ശുഭവിഭാഗം ച കഥയാമി നിശാമയ. ശുഭകർമ്മങ്ങളുടെ വിഭാഗഫലമായിട്ട് മനുഷ്യൻ നരകത്തിലേക്ക് പോകുകയില്ല. അതുകൊണ്ട് അശുഭകർമ്മ വിഭാഗത്തെപ്പറ്റി പറഞ്ഞു തരാം. ശുഭകർമ്മങ്ങളപ്പോൾ നമ്മൾ ചെയ്താൽ നമുക്കെപ്പോഴും ശുഭമേ ഉണ്ടാവുകയുള്ളൂ, നല്ലതേ ഉണ്ടാവുകയുള്ളൂ, പുണ്യമേ ലഭിക്കുകയുള്ളൂ, സുഖം സന്തോഷമേ കിട്ടുള്ളൂ. അറിഞ്ഞിരിക്കേണ്ടത് പാപകർമ്മങ്ങളെക്കുറിച്ചാണ്. കാരണം ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്, എന്തുകൊണ്ടാ അത് ചെയ്താൽ നമുക്ക് നരകമായിരിക്കും, ദുഃഖമായിരിക്കും, ശോകമായിരിക്കും അനുഭവം. അത്തരത്തിലുള്ള നീചയോനികളിലായിരിക്കും ജനനം കിട്ടുക. അതുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളെ നമ്മൾ അവശ്യം മനസ്സിലാക്കി വെക്കണം. നല്ല കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമുക്ക് കുറച്ചൊക്കെ അറിഞ്ഞാലും മാത്രം മതി. ഇപ്പോൾ ലളിതാ സഹസ്രനാമം ജപിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും വിരോധമൊന്നുമില്ല. ആവുന്നത് മാതിരി സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്ന് ജപിച്ചാൽ മതി. അല്ല, അതല്ല അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് ആവുന്നത് വിധം ജപിച്ചാൽ മതി. ഇപ്പോൾ ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ ഭാഗവത ദേവി മാഹാത്മ്യം വായിക്കണം, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ശുഭകാര്യങ്ങളെ എന്തു ചെയ്താലും അതിൻ്റെ ഫലം ശുഭം തന്നെയാണ്, നല്ലത് തന്നെയാണ്, ശ്രേയസ് തരുന്നതാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കേണ്ടത് അശുഭകാര്യങ്ങളാണ്. എന്താ ചെയ്യാൻ പാടില്ലാത്തത്? കാരണം അതാണല്ലോ നമ്മുടെ ദുഃഖത്തിന് കാരണമായിട്ട് വരുന്നത്. അതാണ് ഇവിടെ പറയണത്. നാനാപുരാണഭേദേന നാമഭേദേന ഭാമിനി നാനാ പ്രകാരം സ്വർഗം ച യാതി ജീവ സ്വകർമ്മഭീ. വിവിധ പുരാണങ്ങളിലെ വിവിധ നാമങ്ങളിൽ അറിയപ്പെടുന്ന സ്വർഗങ്ങളുണ്ട്. ജീവൻ അവനവന്റെ കർമ്മത്തിന്റെ ഫലമായിട്ട് ആ സ്വർഗത്തിലേക്ക് പോകുന്നു. ശുഭകർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ജീവൻ നരകത്തിൽ പോകുകയില്ല എന്നുള്ളത് നിശ്ചയമാണ്. നിന്ദ്യകർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നത്, അത് നിശ്ചയവുമാണ്. നാനാതരത്തിലുള്ള നരകങ്ങളുണ്ട്. നാനാശാസ്ത്രങ്ങളിൽ വിവരിച്ചിട്ടുള്ള കർമ്മഭേദത്തിന് അനുസൃതമായിട്ട് ഉള്ളതാണ് ഈ നരകങ്ങൾ. ഓരോ നരകങ്ങളും അതിവിസ്തൃതവും അഗാധവുമാണ്. പാപികൾക്ക് ക്ലേശമുണ്ടാക്കുന്ന നരകമാണ് അതെല്ലാം. അവയൊക്കെ ഭയങ്കരവും ഘോരവും നിന്ദ്യങ്ങളുമാണ്.
ഇവിടെ പറയണു ഷഡശീതിചകുണ്ഠാനിയേവ മന്യാനി സന്ധിജാനി ബോധതേഷാം നാമാനി പ്രസിദ്ധാനി ശ്രുതൗ സധീ. സാവിത്രി, പ്രധാന നരകങ്ങൾ 86 ഉണ്ട് എന്നിവിടെ പറയണു. പ്രധാന നരകങ്ങൾ ഭാഗവതത്തിലെ 28 നരകങ്ങളാ പറഞ്ഞത്. ഇവിടെ ഇതിനു മുമ്പും നരക വർണ്ണനയൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലും അത്രയൊക്കെ തന്നെ പറയുന്നുള്ളൂ. പക്ഷെ ഇവിടെ പ്രധാന നരകങ്ങൾ 86 എന്നാണ് യമൻ പറയണത്. ഇനി അത് മാത്രമാണോ? അല്ല. ഏവം അന്യാനി സന്ധിജ, ഈ 86 കൂടാതെ കണ്ട ഇത് പ്രധാനമാ. വേറെയും നരകങ്ങളുണ്ട്. ആ നരകങ്ങളുടെ പേര് കേട്ടുകൊള്ളൂ എന്ന് പറയാണ്. പിന്നീട് അവിടെ നിന്ന് ഈ 8, 9, 10, 11, 12 മുതലായിട്ടുള്ള ശ്ലോകങ്ങളുണ്ടല്ലോ, അതിലൊക്കെ ഒരുപാട് ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. 22 ശ്ലോകം വരെയുള്ള ഭാഗങ്ങളിലൊക്കെ ഈ നരകത്തിന്റെ വിവിധ പേരുകളാണ്. അപ്പൊ ദേവി ഭാഗവതം ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ബുക്ക് എടുത്തിട്ട് വായിച്ചാൽ അതിൽ വേറെ ഒന്നുമില്ല, വെറും ഈ നരകങ്ങളുടെ പേര് മാത്രം. നമ്മളിപ്പോ ഭഗവാന്റെ നാമം ജപിക്കില്ലേ, കേശവ നാരായണ മാധവ ഗോവിന്ദ വിഷ്ണു മധുസൂദന എന്ന് പറഞ്ഞ് എന്ന മാതിരി ഈ നരകങ്ങളുടെ 86 എണ്ണത്തിന്റെ പേരുകളാണ് അവിടെ പറഞ്ഞു പോകുന്നത്. അങ്ങനെ 86 നരകങ്ങളുടെ പേരുകൾ പറഞ്ഞതിന് ശേഷം പറയണു, ഇത് പാപികൾക്ക് ക്ലേശം നൽകുന്നതാണ്. 10,000 കിങ്കരന്മാരെ ഇവയെ സദാ ഈ നരകത്തില് നിൽക്കുന്നുണ്ട്. കയ്യിൽ ദണ്ഡവും വെച്ച് കയറും വെച്ച് വേല ഗദ മുതലായിട്ടുള്ള ശസ്ത്രങ്ങളൊക്കെ വെച്ച് മതമത്തന്മാരും ഭയങ്കരമായിട്ടുള്ളവരാണ് അവരെല്ലാവരും. അവരെയൊന്നും ആർക്കും തടയാനോ നിർത്താനോ സാധിക്കില്ല. പിന്നെ ഇതാ അവരുടെ രൂപവർണ്ണനകളൊക്കെ അവിടെ പറയുന്നുണ്ട്. സ്വകർമ്മനിരതരായ ശാക്തന്മാർക്കും സുരന്മാർക്കും ഗാണപത്യന്മാർക്കും പുണ്യവാന്മാർക്കും സിദ്ധന്മാർക്കും യോഗികൾക്കും സ്വധർമ്മനിരതർക്കും നിർമ്മലചിത്തർക്കും ജ്ഞാനികൾക്കും സ്വപ്നത്തിലെങ്കിലും ഈശ്വരദർശനം സാധിച്ച ശക്തരും ശങ്കാവിഹീനരുമായ വൈഷ്ണവർക്കും ഈ യമകിങ്കരന്മാരെ കാണാൻ പോലും കഴിയുകയില്ല എന്ന് പറയാണ്. കാരണം ആ ദേവിയിൽ ഭക്തിയുണ്ട്, ഭഗവാനിൽ ഭക്തിയുണ്ട്, ഈശ്വര ഭജനമൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നരന്മാരെ പോലും കാണേണ്ടതായിട്ടുള്ള ആവശ്യമില്ല, അവരെ കാണാൻ തന്നെ പറ്റില്ല എന്ന് പറയുകയാണ്. കാരണം എന്താ? നരകത്തിൽ പോയാലല്ലേ അവരെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്ത് സ്വർഗത്തിലേക്കാ പോയത് എന്നുണ്ടെങ്കിൽ പിന്നെ ഇവരെ കാണേണ്ട ആവശ്യമില്ലല്ലോ. അതല്ല, അതുകൊണ്ട് ഹേ സാവിത്രി, ഏതെല്ലാം പേരിൽ എത്ര നരകങ്ങളുണ്ട് എന്ന് പറഞ്ഞുവല്ലോ നീ. ഏതെല്ലാം പാപം ചെയ്തവൻ ഏതേതു നരകങ്ങളിൽ പതിക്കണു എന്ന് പറയാം, കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞാണ് 32ാമത്തെ അധ്യായം അവിടെ പരിസമാപിക്കുന്നത്. ഇവിടെ നിർത്തിക്കൊണ്ട് നമുക്ക് നാളെ അടുത്ത ഭാഗം തുടർന്ന് കൊണ്ടുപോകാം. ശ്രീ മഹാദേവ്യൈ നമഃ.